രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പച്ചരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബൺ ദോശേൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ കറി പോലും വേണ്ട നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇത് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കാൻ നമ്മൾ ഒരു 1.25 കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് അളവൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. ഉലുവേൻ്റെ അളവൊന്നും കൂടി പോകണ്ട. അതുപോലെ ഒരു 3/4 കപ്പ് അവിൽ ചേർത്തിട്ട് നല്ലപോലെ കഴുകിയിട്ടൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മട്ട അവിലിൻ്റെയോ അല്ലെങ്കിൽ വെള്ള അവിലോ ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ പച്ചരി ഏകദേശം നമുക്ക് ഒരു 4 മണിക്കൂറങ്ങ് കുതിർക്കാൻ വെക്കണം. നമ്മൾ അവിൽ ഏതൊരു 10 മിനിറ്റ് ആയാലും മതിയാകും. അപ്പോൾ അവിലൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയും ഉലുവയും ഒക്കെ നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ കുതിർത്ത് വെച്ച അവിലും കൂടിയും ചേർക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നല്ല പോലെ ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം കയ്യിൽ നല്ല ബാക്ടീരിയ ഉണ്ട്. അതുകൊണ്ട് മാവ് നല്ലോണം പൊളിച്ച് പൊങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഒരു 8 മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തലേന്ന് നമ്മൾ ഉപ്പ് ചേർത്ത് അരക്കുമ്പോൾ പിറ്റേന്ന് മാവ് പൊങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പുളിപ്പ് ടേസ്റ്റ് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ പിറ്റേന്നാണ് ചേർക്കാറ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ കറിവേപ്പില പിന്നെ പച്ചമുളക് അതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം. അതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മാവിലേക്ക് ചൂടോട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്ത എള്ള് ചേർക്കാം, ഇഞ്ചി ചേർക്കാം, അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ തടിയിട്ട് നമ്മൾ സാധാരണ കള്ളപ്പൊക്കെ ചുട്ടെടുക്കുന്നില്ലേ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ മേൽഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് തിരിച്ചിടാൻ പാടുള്ളൂ. ഇനി തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അത് വീണ്ടും നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉൾഭാഗം വേവാതിരിക്കരുത് കേട്ടോ. അതുകൊണ്ട് ഫ്ലെയിമൊക്കെ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരുപാടങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുപോലെ ഇതിൽ വേണമെങ്കിൽ വറുത്തിടുന്ന സമയത്ത് ഉള്ളി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഈ പച്ചമുളകും അതുപോലെ ആ ഒരു കടുകും നമ്മൾ ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കറീൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്